സുജി മെസ്സി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെസ്സി ആരാധകർ മാത്രമല്ല, നമ്മുടെ സ്പോർട്സ് എഡിറ്റർ അനിൽ വാസുദേവ് ഇവിടെയുണ്ട്. അപ്പോൾ അനിലിനും ഇതൊരു ലൈഫ് ടൈം മൊമെൻ്റ് ആണെന്നാണ് അനിൽ പറയുന്നത്. മെസ്സിയുടെ ആരാധകനാണ്, അർജൻറ്റീനയുടെ ആരാധകനാണ്. അപ്പോൾ ഏകദേശം മെസ്സിയുടെയൊക്കെ അടുത്ത് നിന്ന് എടുത്തൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഒരു ലൈഫ് ടൈം മൊമെൻ്റ് ആണ്. അത് എല്ലാവർക്കും തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഏക ചാനൽ 24 ആണ്. അപ്പോൾ നമ്മൾ ആ അഭിമാനത്തിലാണ്. മെസ്സി ആവേശത്തിൽ ഇളകി മറിഞ്ഞു ഹൈദരാബാദ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും കുട്ടിത്താരങ്ങൾക്കുമൊപ്പം പന്ത് തട്ടിയ മെസ്സി തെക്കേ ഇന്ത്യയിലെ തന്റെ ആദ്യത്തെ സന്ദർശനം അങ്ങനെ ഉത്സവമാക്കി മാറ്റി. രാഹുൽ ഗാന്ധിയും ആവേശത്തിൽ പങ്കുചേരാനെത്തിയിരുന്നു. മെസ്സിയുടെ ഹൈദരാബാദ് സന്ദർശനം റിപ്പോർട്ട് ചെയ്യുന്ന ഏക മലയാളം ചാനലായി 24 അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെയും കൊച്ചിയുടെയും നഷ്ടം. ലിയോണൽ മെസ്സിയുടെ കാൽ പതിയുന്ന ആദ്യ തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാകാനുള്ള അവസരം കൈവന്നത് തെലങ്കാനയ്ക്ക്. ആ ചരിത്ര നിമിഷം ഉത്സവം പോലെ ആഘോഷമാക്കി ഹൈദരാബാദ്. മെസ്സിയുടെ പേരിലുള്ള ടീമും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ടീമും തമ്മിലായിരുന്നു പ്രദർശന സെവൻസ് മത്സരം അവസാനിച്ചതോടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കാത്തിരുന്ന 10,000-കണക്കിന് ആരാധകരെ കോരിത്തെരിപ്പിച്ച് മെസ്സിയുടെ ഗ്രാൻഡ് എൻട്രി. ഇന്റർ മയാമി ടീമിലെ സഹതാരങ്ങളായ ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡീപോളും മെസ്സിക്കൊപ്പം ഉണ്ടായിരുന്നു. മെസ്സി ആവേശത്തിൽ പങ്കുചേരാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹൈദരാബാദിലെത്തി. ഫുട്ബോൾ ഇതിഹാസത്തെ നേരിൽ കാണാനായതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നേരിട്ടൊന്ന് കാണാൻ. ടോട്ടലി വർത്തായിരുന്നു. നാട്ടിൽ ഇത്രയും ദൂരം വന്നിട്ട് ടോട്ടലി വർത്തായിരുന്നു. It is the best moment, you know. It is a lifetime moment in the life. This is my first time meeting a team like that. It's very dream come true actually. It's once in a lifetime moment. Thank you. Barca, Vivica Catalunya. Dream come true moment ആണ്. I'm very happy. ഒന്നും പറയില്ല. Actually we were lucky to witness Messi, the goat. നീലക്കടലായി ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം. മെസ്സി ആരാധകർക്കിതാ ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷം. മെസ്സി മാജിക്കൽ അലിഞ്ഞാണ് ഹൈദരാബാദിന്റെ ഈ ദിനം പൂർണ്ണമാകുന്നത്. ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24. അപ്പോൾ അനിൽ വാസുദേവനും ഒരുപാട് ആരാധകർക്കും വലിയ ലൈഫ് ടൈം മൊമെന്റ് ആണെന്നാണ് പറയുന്നത്. ഡ്രീം കം ട്രൂ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ചെറുതല്ലാത്ത അസൂയുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റില്ല. ഞാനും ഒരു മെസ്സി ആരാധകയാണ്. നമുക്ക് അനിൽ ഇങ്ങോട്ട് വരുമ്പോ ആ ആവേശത്തിൽ അനിലിന്റെ കൂടെ നമുക്കൊരു സെൽഫി എടുക്കാം. അതേ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.